ഗംഗണപതയേ നമഃ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സങ്കടഹരനാണ് ഗണപതി ഭഗവാൻ. എത്ര വലിയ സങ്കടക്കടലിൽ നിന്നായാലും പ്രതിസന്ധിയിൽ നിന്നായാലും മനസ്സുരുകി ഗണപതി ഭഗവാനെ വിളിച്ചാൽ ഓടിയെത്തി രക്ഷിക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. ജീവിതത്തിലെ തടസ്സങ്ങളാണ് പലപ്പോഴും നമ്മളെ എല്ലാവരെയും തളർത്തുന്നത്. തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ടു പോകാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗണപതി ഭഗവാന്റെ 6 രഹസ്യങ്ങളാണ്. ഇന്ന് ഞാനിവിടെ പറയുന്ന 6 കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹവും അത്ഭുതവും തൊട്ടറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഗണപതി ഭഗവാൻ അവതരിക്കും. നിങ്ങളെ 2 കൈകളും കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ച് രക്ഷിച്ച് എല്ലാ സൗഭാഗ്യങ്ങൾ കൊണ്ടും സകല ദുഃഖങ്ങൾ നീക്കി സമ്പത്തും സമൃദ്ധിയും കൊണ്ടും മൂടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഗണപതി രഹസ്യം എന്ന് മനസ്സിലാക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. ഈ ഒരു നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ഈ ഒരു കാര്യം ചെയ്യുന്നതോടെ ഇല്ലാതാകും. പ്രത്യേകിച്ചും അമ്മമാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മമാർക്കും മക്കൾക്കും ഒരുപോലെ ഫലം നൽകുന്ന ഒരു കാര്യമാണ്. മക്കളുടെ ഉയർച്ചയ്ക്കായിട്ടൊക്കെ അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുക്കുറ്റി ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മുക്കുറ്റി ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇത് എല്ലാ മണ്ണിലും വളരുന്ന ഒരു ചെടിയല്ല. ഈശ്വരാധീനമുള്ള സ്ഥലത്ത് മാത്രമേ മുക്കുറ്റി ഉണ്ടാവുകയുള്ളൂ. മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച പുഷ്പമാണ് മുക്കുറ്റി. മുക്കുറ്റി വളരുന്ന വീട്ടിലുള്ളവർ ഭാഗ്യം ചെയ്തവരാണെന്നാണ് പറയുന്നത്. ഭാഗ്യമുള്ളവരാണ് ആ വീട്ടിൽ താമസിക്കുന്നവര്. അതുപോലെ മുക്കുറ്റി ചിലർ പറിച്ചു കളയാറുണ്ട്. കളയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വളരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. മുക്കുറ്റി എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുതരുന്ന ചെടിയാണ്. അതിനെ നമ്മൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ നമ്മളായിട്ട് തട്ടിത്തെറിപ്പിക്കുന്നതിന് സമമാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അപ്പൊ മുക്കുറ്റിയിൽ നിന്ന് ഒരു പൂവിറുത്ത് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഗണേശ ഭഗവാന്റെ മുന്നിലോ അല്ലെങ്കിൽ നിലവിളക്കിന് മുന്നിലോ ആയിട്ട് സമർപ്പിക്കണം. വളരെ ചെറിയ പൂവാണ് മുക്കുറ്റിയുടെ പൂവ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ വളരെ ശ്രദ്ധയോടെ ആ ചെടിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ വേണം നമ്മൾ ഈ ഒരു പൂ പറിച്ചെടുക്കാനായിട്ട്. അതിൽ നിന്ന് ഒറ്റൊരു മുക്കുറ്റി പൂവ് മതി. ആ ഒരു മുക്കുറ്റിപ്പൂവ് പറിച്ച് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഗണേശ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്കിന്റെ താഴെയായിട്ട് സമർപ്പിക്കാം. വളരെ നല്ലൊരു കാര്യമാണിത്. എല്ലാ ബുധനാഴ്ചകളിലും നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകും. ഏതെങ്കിലും തരത്തിലുള്ള കാര്യതടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ 1-2 ആഴ്ച നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം പുഷ്പങ്ങളൊന്നും പറിക്കാനായിട്ട് പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുമ്പോഴാണ് നമ്മളിത് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സന്ധ്യാസമയത്തിന് മുന്നേ ആയിട്ട് നമ്മളിത് ഇറുത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീടിനടുത്ത് ഗണപതി ക്ഷേത്രമോ അല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ക്ഷേത്രമോ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം, സാധിക്കുമെങ്കിൽ ബുധനാഴ്ച തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ബുധനാഴ്ച സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാസത്തിലെ ഏത് ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. നാളികേരം തലക്കുഴിഞ്ഞ് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ ഉടയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ എണ്ണത്തിന് കണക്കായിട്ട് നിങ്ങൾ നാളികേരം എടുത്ത് ഓരോരുത്തരുടെയും തലയിൽ ഓരോ നാളികേരം വെച്ച് ഒഴിയുക. അതായത് 4 ആൾക്കാരാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ 4 നാളികേരം എടുത്ത് ഓരോ നാളികേരം ഓരോരുത്തരുടെ തലയ്ക്കൊഴിഞ്ഞ്
ആരെങ്കിലും ഒരാള് ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുത്താലും മതിയാവും. ക്ഷേത്രത്തിൽ പോയി അത് ഗണപതി ഭഗവാന് ഉടയ്ക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ഒരു തടസ്സങ്ങളുമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് സഹായിക്കും. ഇത് ഒഴിയുന്ന സമയത്ത് എല്ലാ തടസ്സങ്ങളും നീക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. സാമ്പത്തിക ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ ഓരോരുത്തരുടെയും ജോലിയിൽ എല്ലാ തരത്തിലുള്ള മികവും നിങ്ങൾക്ക് ഉണ്ടാവും. പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കാര്യതടസ്സങ്ങൾ. നമ്മൾ വിചാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കുന്നത് തടസ്സങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ തടസ്സങ്ങൾ ഇല്ലാതാക്കാനാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടിന്റെ കന്നിമൂലയിൽ, അതായത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ കറുക നട്ട് വളർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം വിഘ്നേശ്വരന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് കറുക എന്ന് പറയുന്നത്. എന്ന് കരുതി ഒരുപാട് കാട് പിടിപ്പിക്കുന്നത് പോലെ ഒരു കാരണവശാലും നമ്മൾ കന്നിമൂലയിൽ ഇത് വളർത്താൻ പാടില്ല. ഒരൊറ്റ മൂട് മതി. അത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പടർന്നു പോകും. ആ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ആ കാട് പോലുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ പറിച്ചു കളയാം. ഒരൊറ്റ മൂട് നിങ്ങളുടെ കന്നിമൂലയിൽ കറുക ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗണപതി ഭഗവാന്റെ ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് അല്ലെ. കന്നിമൂലയിൽ കറുക വളരുന്നത് ആ വീടിന് സമൃദ്ധി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ആ വീടിനുണ്ടാകും. ആ വീടിന് ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഐശ്വര്യം ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മൂട് കറുക കൊണ്ടുപോയി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും ചില ആഗ്രഹങ്ങൾ എവിടെയും എത്താതെ പോകാറുമുണ്ട്. ചില ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പാകുന്ന സമയത്ത് നമ്മൾ തന്നെ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ച് കളയും. പലപ്പോഴും പല തടസ്സങ്ങൾ കൊണ്ട്, പല കാര്യങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകാറുണ്ട്. ആഗ്രഹ സാഫല്യത്തിനായിട്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരുപാട് കാലമായിട്ട് നിങ്ങളൊരു ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു ആഗ്രഹം സാഫല്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു കറുക മുക്കുറ്റിമാലയോ അല്ലെങ്കിൽ കറുക നാരങ്ങമാലയോ ഗണപതി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. കറുക മുക്കുറ്റിമാലയാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷെ എല്ലാ സമയങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്കത് ലഭിച്ചു എന്ന് വരില്ല. കറുക മുക്കുറ്റിമാല ഇല്ല എന്നുണ്ടെങ്കിൽ കറുക നാരങ്ങമാലയായാലും മതി. അതും ശ്രേഷ്ഠം തന്നെയാണ് ഗണപതി ഭഗവാന്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഭഗവാനോട് പറയുക. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതിലേക്കുള്ള തടസ്സങ്ങളെ നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് 3 തവണ അവിഘ്നമസ്തു എന്ന് പറയുക. ആ ഒരു ദിവസം മുഴുവൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണർവും നിങ്ങൾക്ക് ഉണ്ടാവാനും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകാനും ഇതുവഴി സാധിക്കും. രാവിലെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഉറക്കമെഴുന്നേൽക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് 3 തവണ അവിഘ്നമസ്തു എന്നുകൂടെ ഒന്ന് പറയുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അന്നേ ദിവസം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യവും നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഓം ഗം ഗണപതയെ നമഃ എന്നുകൂടെ പ്രാർത്ഥിച്ചു വേണം കിടക്കാൻ. കിടക്കുമ്പോഴും ഈ പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിച്ചു തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഗണപതി ഭഗവാനെ കൂടെ പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഏത് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയത്തും, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്ന സമയത്തും, എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. ഓം ഗംഗണപതയെ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞാലും, അത് എത്ര ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യമായാലും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും
തടസ്സങ്ങളും ഉണ്ടാവില്ല. ശരിയായ രീതിയിൽ നമ്മളുടെ ആ ഒരു കാര്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു പൂജകൾക്കായാലും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കായാലും ആദ്യം തന്നെ ഗണേശ ഭഗവാനെ പൂജിച്ചതിന് ശേഷം, ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെയാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ഒരു കാര്യം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ നോക്കിക്കോളും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.